കൊല്ലത്ത് ഇടത് വലത് മുന്നണികളിൽ പൊട്ടിത്തെറി. പാർട്ടിയിൽ നിന്നുള്ള അവഗണനയെ തുടർന്ന് CPI നേതാവും എഴുകോൺ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി സിംലാസനൻ രാജിവെച്ചു. CPI വെളിയിൽ കുളങ്ങര ബ്രാഞ്ച് സെക്രട്ടറി കെ സുനിലും രാജിവെച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ചാണ് രാജി. അതേസമയം മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് രതീഷ് കിളിത്തട്ടിൽ കോൺഗ്രസ് വിട്ടു. യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതാക്കൾ അടക്കമുള്ളവർ രാജിവെച്ചവരുടെ കൂട്ടത്തിലുണ്ട്. വിവരങ്ങളുമായി M മനോജ് ചേരുന്നുണ്ട്. മനോജ്, എന്താണ് ഈ കൊല്ലത്ത് സംഭവിക്കുന്നത്? സിനിമ ഈയിടക്കാലങ്ങളായി തന്നെ CPIയിൽ അങ്ങനെ രാജി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസിലും അതുപോലെ തന്നെ ഇടതുമുന്നണികളിലും ഇത്തരത്തിലുള്ള രാജികൾ അങ്ങനെ തുടർന്നു വരികയാണ് ഇന്നുണ്ടായിട്ടുള്ളത്. അതായത് 3 രാജിക്കത്തുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ കോൺഗ്രസ് എഴുകോൺ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന, ഇപ്പോൾ പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള രതീഷ് പി വി രാജിവെച്ചിരിക്കുന്നത് തന്നെ ഈ നേതൃത്വം അവഗണിക്കുന്നു, അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായൊക്കെ ബന്ധപ്പെട്ട് നടക്കുന്ന ഈ തർക്കത്തിനൊടുവിലാണ് രതീഷ് ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ രാജിക്കത്തും ഔദ്യോഗികമായി നൽകിയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കളടക്കം രതീഷിനൊപ്പം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ CPIയുടെ കടുത്ത അവഗണനയെ തുടർന്നാണ് ബ്രാഞ്ച് നേരത്തെ, അതായത് ഈ ലോക്കൽ കമ്മിറ്റി അംഗവും AITUCയുടെ സംസ്ഥാന കൗൺസിൽ അംഗവും തൊഴിലാളി യൂണിയന്റെ തന്നെ വിവിധ ചുമതലകൾ വഹിച്ചിരുന്ന മുൻ എഴുകോൺ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സിംലാസനൻ രാജിവെച്ചിട്ടുള്ളത്. നിരവധിയായിട്ട് ഇത്തരത്തിലുള്ള അവഗണനകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ തനിക്ക് രാജിവെക്കേണ്ടി വരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കെ സുനിൽ, അതായത് വെളിയിൽ കുളങ്ങര ബ്രാഞ്ച് സെക്രട്ടറിയും പള്ളിമുക്ക് ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള കെ സുനിലും രാജിവെച്ചിരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. എന്തായാലും ഇടതു വലതു മുന്നണികളിലെ പൊട്ടിത്തെറി അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പഞ്ചായത്ത് തലങ്ങളിലും അത് കോർപ്പറേഷനിൽ വരെ വലിയ തരത്തിലുള്ള സീറ്റ് തർക്കങ്ങളൊക്കെ അങ്ങനെ തുടർന്ന് വരികയാണ്. എന്തായാലും 3 മുന്നണികളും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള കൊഴിഞ്ഞുപോക്കുണ്ടാകുന്നത്. CPIയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തകർ രാജിവെച്ച് മറ്റു പാർട്ടികളിലേക്ക് പോയിരുന്നു. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് വീണ്ടും അങ്ങനെ രാജി തുടരുന്നത്. എന്തായാലും ഈ സിംലാസനൻ, അദ്ദേഹം തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന ചുമതല അടക്കം വഹിച്ചിരുന്ന ആളാണ്. അദ്ദേഹം കൂടെ നമ്മളോടൊപ്പം ഫോണിൽ ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് കൂടെ പോകാം. നീലിമ, മനോജ്, ഈ CPI ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ളൊരു പ്രതികരണമൊക്കെ നടത്തിയിട്ടുണ്ടോ? ഈ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ അല്ലെങ്കിൽ ഈ ബ്രാഞ്ച് സെക്രട്ടറിയുടെ അടക്കം രാജിയെ തുടർന്ന് CPIയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമൊന്നും ലഭിച്ചിട്ടില്ല. നിലവിലിപ്പോൾ ഈ പാർട്ടിയുടെ അവഗണനയെ തുടർന്നുള്ള രാജികളാണ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് നേരത്തെയും അങ്ങനെ തന്നെയായിരുന്നു. നേരത്തെ കുണ്ടറയിലും അതോടൊപ്പം തന്നെ മറ്റ് പ്രദേശങ്ങളിലും അടക്കം 100-ലും 300-ലുമൊക്കെ അധികം പ്രവർത്തകർ ഒരുമിച്ച് പാർട്ടി മാറിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ CPIക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. അതിലൂടെ LDFന് ജില്ലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ വീണ്ടും ഈ രാജി തുടരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്താണെങ്കിൽ കോൺഗ്രസിന്റെ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെയാണ് രതീഷ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കളെ അടക്കം കൊണ്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നുവെന്നാണ് സൂചന ലഭിച്ചിട്ടുള്ളത്. എന്തായാലും മറ്റു പാർട്ടിക്കാരൊക്കെ രതീഷിനെ സമീപിച്ചിട്ടുണ്ട്, അവരോട് ചർച്ച നടത്തുന്നുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ്. കാരണം ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ നൽകിയ വാർത്തയുണ്ട്. അതായത് DCC ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയുടെ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടുള്ള, ബിന്ദു കൃഷ്ണയ്ക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ച സംഭവമൊക്കെ, അത്തരത്തിൽ കോൺഗ്രസിനുള്ളിലും ഈ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം ഇങ്ങനെ തുടരുന്നുണ്ട്. പഞ്ചായത്ത് തലങ്ങളിലും ഈ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ വലിയ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെയൊക്കെ മുന്നണികളിൽ വലിയ പൊട്ടിത്തെറിയാണ് കാണുന്നത്. പാർട്ടിയിൽ നിന്നുള്ള അവഗണനയെ തുടർന്ന് CPI നേതാവ് എഴുകോൺ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി സിംലാസനൻ രാജിവെച്ചു. സമാനമായ സംഭവം തന്നെയാണ് കോൺഗ്രസിലും കാണാൻ കഴിയുന്നത്. മനോജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.